നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തുടക്കം മുതലേ അറിയാമായിരുന്നു. ഇത്രയും എത്തുമെന്ന് ഓർത്തില്ല. ഈ കേരളത്തിൽ വലിയ വിജയമുണ്ടായത് കോൺഗ്രസിന്റെയും UDFന്റെയും ചിട്ടയായ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ മാത്രമല്ല, സ്ഥാനാർത്ഥികൾ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പ്രവർത്തകർ കഷ്ടപ്പെട്ടത് അതൊരു ഇത്ര അവരെ അഭിനന്ദിച്ചാലും മതിയാകില്ല. അവർക്കാണ് തീർത്താൽ ഞങ്ങൾക്ക് തീരാത്ത കടപ്പാട്. CPM പ്രവർത്തകരുടെ ഇടയിലെ ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിരുന്നു. വലിയ വികാരം അത് ഓരോ മേഖല തിരിച്ചെടുക്കുമ്പോഴേ അറിയാം. ചെത്തുതൊഴിലാളികൾ ആ പാവങ്ങളുടെ കഞ്ഞൂടി മുട്ടി. കാരണം മുക്കിന് ബാറായിരുന്നു. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ബാറുള്ള ഒരു നിയോജകമണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റുമാനൂരായിരിക്കും. നമസ്കാരം. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ മന്ത്രി VN വാസവനെ പരാജയപ്പെടുത്തിയാണ് നാട്ടകം സുരേഷ് വിജയിച്ചത്. 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോട്ടയം DCC പ്രസിഡന്റ് കൂടിയായ നാട്ടകം സുരേഷ് വിജയിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം MLAയും 5 വർഷക്കാലം ദേവസ്വം മന്ത്രിയുമായ VN വാസവന് മണ്ഡലത്തിൽ കനത്ത പരാജയമാണ് ഏൽക്കേണ്ടി വന്നത്. മാത്രമല്ല, കോട്ടയം ജില്ലയിൽ തന്നെ 9 സീറ്റുകളും UDF നേടുകയും ചെയ്തു. LDFന് ഒരു സീറ്റ് പോലും നൽകാതെ വൻ വിജയമാണ് കോട്ടയം ജില്ലയിൽ UDF നേടിയെടുത്തത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അടക്കം നടന്ന വികസന മുരടിപ്പാണ് മന്ത്രി VN വാസവന്റെ പരാജയത്തിന് കാരണമെന്നാണ് പ്രധാനമായും പറയുന്നത്. മന്ത്രി VN വാസവനെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത് നാട്ടകം സുരേഷ് തന്നെ വിശദീകരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തുടക്കം മുതലേ അറിയാമായിരുന്നു. ഇത്രയും എത്തുമെന്ന് ഓർത്തില്ല. പക്ഷെ നല്ല ഭൂരിപക്ഷം 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു. കാരണം ജനങ്ങൾ UDF സ്ഥാനാർത്ഥിയെയും UDFനെയും ഏറ്റെടുക്കുന്ന തരത്തിലുള്ളൊരു സ്വീകാര്യതയായിരുന്നു. ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ച് ഉള്ള അതൃപ്തി പ്രകടമാക്കുന്നുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. ശബരിമല വിഷയവും അഴിമതിയും നെല്ലിന് വില കിട്ടാത്തതും എല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. കർഷകർ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അവർ നെല്ലിന് വില കിട്ടാത്തതിനെ സംബന്ധിച്ചപ്പോൾ നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ പൈസ കിട്ടുന്നില്ല. 12 രൂപയും 14 രൂപയൊക്കെ കിഴിവ് കൊടുക്കണമെന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായി. കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറൻ മേഖലകളിൽ പുതിയ ആളുകൾ ആരും ആ മേഖലയിലേക്ക് വരുന്നില്ല. നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനി ആ 9,000 പാടശേഖരത്തിൻ്റെയൊക്കെ നടുക്കെട്ടൊക്കെ വെറുതെ തരിശായി കിടക്കുകയാണ് ഇപ്പം. അപ്പോൾ ആ ഒരു നിലയിലേക്ക് മാറുന്നു. അപ്പം കർഷകരുടെ വലിയ പ്രതിഷേധം ഉണ്ടായി. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ശക്തമായ പ്രതിഷേധമായിരുന്നു. പിന്നെ UDFൻ്റെ ചിട്ടയായ പ്രവർത്തനം. ഞങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ വലിയ വികസനം ഉണ്ടായത് ഈ കേരളത്തിൽ ഈ വലിയ വിജയമുണ്ടായത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ചിട്ടയായ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ മാത്രമല്ല. ഇപ്പം നടക്കുന്ന ഒരു പ്രചരണം സർക്കാർ വിരുദ്ധ വോട്ട് എന്നുള്ള നിലയിൽ മാത്രം. അതിനോടൊപ്പം അതുണ്ട്, അതാണല്ലോ പ്രധാനമായിട്ട്. അതിനോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഒരു മാറ്റം. ഇപ്പോൾ ഈ ജില്ലയിലാണെങ്കിലും മികച്ച സംഘടനാ പ്രവർത്തനം അത് കോൺഗ്രസ്സാണല്ലോ UDFന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് UDFന് ആകെ സഹായകരമാകുന്നതല്ലേ. പിന്നെ ഘടകകക്ഷികൾ തമ്മിലുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യം, ഒരു തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. എല്ലാവരും, അത് സംസ്ഥാന തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും UDF ഒരൊറ്റക്കെട്ടായിരുന്നു, ഒരഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അപ്പം എല്ലാവരും കൂടി നിറഞ്ഞു നിന്ന് നടത്തിയ നല്ല ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനകത്തുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകന്മാർ, ഞാൻ അതിശയപ്പെട്ട്, സ്ഥാനാർത്ഥികൾ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പ്രവർത്തകർ കഷ്ടപ്പെട്ടത് അതൊരു എത്ര അവരെ അഭിനന്ദിച്ചാലും മതിയാകില്ല. അവർക്കാണ് തീർത്താൽ ഞങ്ങൾക്ക് തീരാത്ത കടപ്പാട്. ഞാനൊരു കുരുമ്പഴയിലൊക്കെ UDFന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഈ കുമരകത്തും മൈമനത്തും ഒക്കെ ആഞ്ഞു കൂട്ടുമായിരുന്നു. CPM പ്രവർത്തകരുടെ ഇടയിലെ ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിരുന്നു. വലിയ വികാരം അത് ഓരോ മേഖല തിരിച്ചെടുക്കുമ്പോഴേ അറിയാം. ഇപ്പോൾ ചെത്തുതൊഴിലാളികൾ ആ പാവങ്ങളുടെ കഞ്ഞൂടി മുട്ടി. കാരണം മുക്കിന് ബാറായിരുന്നു. ഇത് ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ബാറുള്ളൊരു നിയോജകമണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റുമാനൂരായിരിക്കും. ചെത്തുള്ള ഇല്ലിക്കൽ ഷാപ്പ് കൂട്ടിയപ്പോൾ എത്ര തൊഴിലാളികളുടെ കഞ്ഞൂടിയാണ് മുട്ടിയത്? അത് നിസ്സാരമായി കാണാവുന്ന ഒന്നാണോ?
ചെത്തൊഴിലാളികളുടെ കഞ്ഞിമുട്ടി, നെൽകർഷകരുടെ കഞ്ഞൂടി മുട്ടി. ഏത് മേഖലയിലാണ് ആർക്കാണ് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്? സകല മേഖലയിലും ജോലി ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും പിന്നെ കഞ്ഞൂടി മുട്ടി ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയിലാണ്. അത് വോട്ടായി മാറി. അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധമായി. അതിനകത്ത് CPM-കാരുണ്ട്, CPI-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് CPM-കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ജില്ലയിൽ കുറേ ഫ്ലെക്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള. ഒന്നുകൂടെ നമ്മുടെ തിരുനക്കരയിലുള്ള ഫ്ലെക്സിൽ KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സിൽ കരിവാരി തേച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടതേ ഉള്ളൂ. ഞാൻ കോട്ടയത്തേക്ക് ഇന്ന് പോയിട്ടില്ല, ഞാൻ കണ്ടില്ല. വാർത്ത എത്രമാത്രം അടിസ്ഥാനമുള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കോൺഗ്രസ്സിലെ ആരും ചെയ്യില്ല. കോൺഗ്രസ്സിലെ ഒരാൾ പോലും, കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ള ഒരാൾ പോലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഫ്ലെക്സിലും അങ്ങനെ ചെയ്യില്ല. കോൺഗ്രസ്സിനകത്ത് വലിയ ഭിന്നിപ്പാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ബോധപൂർവം മറ്റ് കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നം. ഇപ്പം തന്നെ ഒരു കാര്യമില്ല, മുഖ്യമന്ത്രി ചർച്ച. ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതിന് കൃത്യമായ വ്യവസ്ഥാപിതമായ അതിൻ്റെ ചില കാര്യങ്ങളുണ്ട്, പാർട്ടിക്ക് ചില രീതികളുണ്ട്. അത് ഇപ്പം MLA അസംബ്ലി മത്സരിച്ചാൽ തീരുമാനിച്ചങ്ങനെ പല തലങ്ങളിൽ ചർച്ച ചെയ്ത് അവസാനം പ്രഖ്യാപിക്കുന്നവരാ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്, CEC ആണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും മന്ത്രിമാരെ തീരുമാനിക്കുന്നതാണെങ്കിലും പാർട്ടിക്ക് അതിൻ്റേതായ രീതികളുണ്ട്. അതൊന്നും പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. വെറുതെ മാധ്യമങ്ങൾ, സ്വാഭാവികമായ ഒരു പ്രചരണം മാധ്യമങ്ങളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ഇത് ചില ആളുകൾ ബോധപൂർവമായി, അത് കൂടുതലും CPM-കാരാണ്, ബോധപൂർവമായി ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ എവിടെയെങ്കിലും ഇതേപോലെ പറഞ്ഞു കേട്ടോ? ഒന്നും പറയുകയില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ആരെ തീരുമാനിക്കുന്നു അത് അവരാകും. ഈ സംഭവം ഒരിക്കൽ കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ആരും അത് ചെയ്യില്ല. ഞങ്ങളതിനെക്കുറിച്ച് നിയമപരമായി തന്നെ അതാരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. വളരെ ശക്തമായ നിലപാടെടുക്കുക കാര്യത്തിൽ. ഞാൻ നിങ്ങളൊന്ന് പ്രസ് ക്ലബിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ പ്രസ് ക്ലബ്ബ് നടത്തിയ ഒരു പിന്നെ സ്ഥാനാർത്ഥികളെ ഒരു മിഥ്യ പ്രസ് പരിപാടി ഞാൻ പറഞ്ഞല്ലോ. ഈ 4200 കോടി രൂപയുടെ വികസനം എവിടെയാണ് നടത്തിയതെന്ന് ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചല്ലോ. ഞാൻ വണ്ടിയെ വരാം, നിങ്ങൾ എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്നെ ആരും ക്ഷണിച്ചൊന്നും എടുക്കില്ല. അവിടെ എവിടെയാണ് ഒന്നും നടന്നിട്ടില്ല.